മൂന്ന് പേർ മുഖം തിരിച്ചത് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ 7 അംഗ ബെഞ്ചിൽ 3 പേർക്ക് എതിർനിലപാടുണ്ട്. യു ലളിത്, DY ചന്ദ്രചൂഡ്, AK ഗോയൽ. അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നോ ഗവൺമെൻറ് ഈസ് പെർഫെക്റ്റ്. ദ ലോ ഡസ് നോട്ട് പ്രോഹിബിറ്റ് ഡയലോഗ് ഓർ ഡിസ്കഷൻ ഓഫ് എ മാറ്റർ വിച്ച് ഈസ് കൺസേൺ ടു ദി വോട്ടേഴ്സ് എന്ന് മാത്രവുമല്ല, അവർ പറയുകയാണ് ഈ ജഡ്ജ്മെൻറ്റ്, ഇപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ, ചില ദേശീയ മാധ്യമങ്ങൾ ഈ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നുണ്ട് ശ്രീ താക്കൂറിൻ്റെ പല ജഡ്ജ്മെൻറ്റുമെന്ന്. ഈ സഹജഡ്ജിമാർ തന്നെ പറയുകയാണിതിൽ ജുഡീഷ്യൽ റീഡ്രാഫ്റ്റിംഗ് ഓഫ് ദ ലോ ആണ് ഈ പറയുന്ന ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവർ, ടു പ്രോഹിബിറ്റ് പീപ്പിൾ ഫ്രം articulating legitimate concerns reduced democracy to an abstraction. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ എത്ര വാതായനങ്ങളാണ് അതിൻ്റെ എല്ലാ ശുദ്ധിയോടെയും തുറന്നിടുന്നു എന്ന് 4 പേർ പറയുമ്പോൾ എത്ര അറകളാണ് ഇപ്പോഴും ഇരുൾ മൂടിക്കിടക്കുന്നത് എന്ന് ഈ 3 പേർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഭാവി എന്താകും? സാങ്കേതികത്വം വെച്ചുകൊണ്ട് ഈ 4 തന്നെയാണ് അപ്രമാദിത്വമെങ്കിലും ഈ 3 പേരുടെ ഉൾക്കാഴ്ചയോ? അല്ല, തീർച്ചയായും 3-നേക്കാൾ വലുത് 4 ആയതുകൊണ്ട് അതാണ് ഭൂരിപക്ഷ വിധി, അതാണ് നിയമം, രാജ്യത്തെ നിയമം. പക്ഷേ ഈ 3 ജഡ്ജിമാർ അവരത്ര മോശക്കാരൊന്നുമല്ല. ആ 3 ജഡ്ജിമാർ ഉയർത്തുന്ന ഒരു ആശയം അത് വളരെ ഉയർന്ന തലത്തിൽ നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതായ ഒന്നാണ്. ജനാധിപത്യത്തിലെ ഏറ്റവും പവിത്രമായ ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ആ പ്രക്രിയ, അതിൻ്റെ പാവനത്വം നിലനിർത്താൻ ഈ 4 ജഡ്ജിമാരുടെയും ഉദ്ദേശം അതായിരുന്നിരിക്കാം, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ പ്രക്രിയയെ കാവ്യ പുതപ്പിച്ചുകൊണ്ട് ഉള്ളൊരു പോക്ക് ആയി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. ജനാധിപത്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന്, സമ്മർദ്ദം ചെലുത്തുന്നതിന് ഉള്ള അവകാശമുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ്. ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ആശങ്കകൾ അവർക്കുണ്ട്. ആ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പ് നൽകിയാൽ അത് ഈ ഇന്നത്തെ വിധിയനുസരിച്ച് എന്ത് ആയി വ്യാഖ്യാനിക്കപ്പെടും? അത് കുറ്റമാവും, തെറ്റാകും, അന്യായമായി മതവികാരം നടത്താൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി വരും. പക്ഷേ എല്ലാ മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന്, അത് നേടിയെടുക്കുന്നതിന് ഉള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഉറപ്പുകൾ സമ്പാദിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് തെരഞ്ഞെടുപ്പ്. അവിടെ മതവും എല്ലാം കടന്നു വരും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇടയലേഖനമൊക്കെ എപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു കോഡ് എന്നൊക്കെ മാറിയിരുന്നു. ഈശ്വര വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും വോട്ട് ചെയ്യണം എന്ന് അൾത്താരയിൽ നിന്നൊരു പുരോഹിതൻ പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് അതെങ്ങനെ മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം എന്നവർക്കറിയാം. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ്. പക്ഷെ അതെല്ലാം, ആ ദുരനുഭവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടും തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് മതത്തെയോ സമുദായത്തെയോ മാറ്റി നിർത്താൻ കഴിയില്ല. അവർക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു ഇടം നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും. ഫാദർ പോൾ തേലക്കാട്ട്, ഈ ഇടയലേഖനം അങ്ങ് സൂചിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ളതല്ല എന്നും അതിന് രാഷ്ട്രീയ സൂചനകളുണ്ട് എന്നും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചും ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് എന്നും അത് ഇടഞ്ഞു നിൽക്കുന്നവരുടെ ലേഖനമാണെന്നും ഒക്കെ തന്നെയാണ് ഭംഗേന്ദ്രനാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാനും രാഷ്ട്രീയപരമായ പക്ഷപാതം കാണിക്കാതിരിക്കാനുള്ള ജാഗ്രത പിതാക്കന്മാരും സഭയുടെ നേതാക്കന്മാരും കാണിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവരത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒറ്റ കാര്യം എനിക്ക് വിവാദപരമായി തോന്നുന്നുള്ളൂ. എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിയമത്തിലും വിധിന്യായങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സംസ്കാരത്തിൻ്റെ പേരിൽ ഒരു മതത്തിന് ആധിപത്യമോ അവകാശമോ കൊടുക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമാണ് ഇവിടെ വിവാദപരമാകുന്നത്. ശരി, ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, ഇവിടെ സമൂഹം മതനിരപേക്ഷ സ്വഭാവത്തിൽ രൂപപ്പെട്ട് പൂർണ്ണമായ പാകതയിലെത്തിയിട്ടില്ല എന്നത് നമുക്കറിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അതിൻ്റെ അഭേദ്യമായ ഒരു മേഖലയുമാണ്. സമൂഹത്തിലില്ലാത്തൊരു സവിശേഷത രാഷ്ട്രീയത്തിൽ ഉണ്ടാകട്ടെ എന്നെങ്ങനെയാണ്
ഒരു നീതിപീഠത്തിന് ദർശിക്കാൻ കഴിയുക? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രൽ പ്രോസസ്സിനെ തന്നെയാണ് അവരിപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി പറയുന്നത്. ഇലക്ഷൻ ഈസ് എ സെക്യുലർ എക്സർസൈസ് ആൻഡ് ദെയർ ബൈ ഇറ്റ്സ് വെയ്സ് ആൻഡ് പ്രോസസ് ഷുഡ് ബി ഫോളോഡ്. ഇതൊരു സംവിധാനമല്ലല്ലോ, ചലനാത്മകമായ ഒരവസ്ഥയാണല്ലോ. ഇതിനൊരു സംവിധാനമായി കാണുമ്പോൾ അതിൻ്റെ റൂൾ ബുക്കുണ്ട്, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ നിയമാവലികൾ, അതിനനുസരിച്ച് അത് പ്രവർത്തിച്ചു പോകണം. അപ്പോൾ മാത്രമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ മതേതരത്വം എന്ന സത്തയെ ഈ സംവിധാനം ഉൾക്കൊള്ളുക എന്നൊരു കോടതി പോലെ സംവിധാനത്തിന് ദർശിക്കാം. പക്ഷേ ഇതൊരു സംവിധാനമല്ല, ഇതൊരു ചലനാത്മകതയാണ്. അതിലെല്ലാവരുടെയും വികാര വിചാരങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അഭിപ്രായ യോജിപ്പിൻ്റെയും ഒക്കെ ഏറ്റിറക്കങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ കാണണ്ടേ? അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്നതെല്ലാം ഈ പ്രക്രിയയിലും പ്രതിഫലിക്കില്ലേ? അങ്ങനെ അല്ലാതെ സമൂഹ നിരപേക്ഷമായ ഭരണഘടനയോട് മാത്രമായി സാങ്കേതികമായി കടപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ സുപ്രീം കോടതി? ഈ സമൂഹം മതനിരപേക്ഷമായിട്ടില്ല, പൂർണ്ണമായിട്ട് മതനിരപേക്ഷമായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയവും അങ്ങനെ മതനിരപേക്ഷമാകില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഒരു പരാജയം സമ്മതിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. സമൂഹത്തെ മതനിരപേക്ഷമാക്കേണ്ടത് ആരാണ്? സമൂഹത്തെ മതനിരപേക്ഷമാക്കേണ്ടത് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെക്യുലർ പാർട്ടികളാണ്. സെക്യുലർ പാർട്ടികൾ അതിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ മതനിരപേക്ഷമാകുമായിരുന്നു ഇന്ത്യൻ സമൂഹം. അതിനു പകരം 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ചും മതേതര പാർട്ടികൾ, അവരവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി, ഇലക്ട്രൽ ഗെയിൻസിന് വേണ്ടി മതത്തെയും ജാതിയെയും സമുദായത്തെയും ഭാഷയും ഒക്കെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വേണം. എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ നമുക്ക് മതത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത്? മതവികാരത്തെയും സാമുദായിക വികാരത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ 125 കോടി ജനങ്ങളെയും ബാധിക്കുന്ന മതേതരമായ പ്രശ്നങ്ങൾ, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, പാർപ്പിടത്തിൻ്റെ പ്രശ്നമുണ്ട്, ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ട്, തൊഴിലിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ആധാരമാക്കിയാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് മതേതര പാർട്ടികളെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്. അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മാത്രം പ്രശ്നമല്ല. ഈ 3 സമുദായത്തിലും, ഇന്ത്യയിലുള്ള എല്ലാ സമുദായങ്ങളിലും പെട്ട ആളുകളുടെ പ്രശ്നമായിട്ട് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 കാര്യങ്ങളെയും അവതരിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ശ്രമം മതേതര പാർട്ടികൾ നേരത്തെ നടത്തുകയും ആ രൂപത്തിൽ അവർ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കാണുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ 2016 ഇന്ത്യ 1947 ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷ സമൂഹമായി മാറുമായിരുന്നു. അതിനുള്ള ശ്രമം ഈ പൊളിറ്റിക്കൽ പാർട്ടി, സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോഴും സുപ്രീം കോടതിക്ക് ഇതുപോലുള്ള ഒരു വിധി പ്രസ്താവന നടത്തേണ്ടി വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന മതത്തെയോ ജാതിയെയോ സമുദായത്തെയോ കൊണ്ടുവരരുത് എന്ന് പറയേണ്ടി വരുന്നത്. അതിനെ ആ രൂപത്തിൽ കാണുന്നതിന് പകരം ഇത് ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ രാമക്ഷേത്രത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയോധ്യയുടെ പേരിൽ മറ്റേതെങ്കിലും അതുപോലുള്ള മതപ്രശ്നങ്ങളുടെ പേരിലാണ് ഇലക്ഷനിയറിംഗ് നടത്തുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കോടതിയെ സമീപിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിന് പകരം ഈ വിധി അപ്പാടെ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും.